ചൂടുള്ള കാരനെ സർപ്രൈസ് എന്താ കിട്ടില്ല. അത് പൊളിയും, നീ കണ്ടത് പിടിക്കും. പിന്നെ ഞാൻ നരക്കെട്ട് ഇരുന്ന് വരും. അതിനിപ്പോ നേരിട്ട് തരണതല്ലേ. യൂണിഫോം ഇട്ടിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചാൽ കൊണ്ടിരുന്ന ആദ്യത്തെ പാർട്ട്ണർ നീ ആയിരിക്കും. സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോ ഡ്രസ്സൊക്കെ മേടിക്കും. ഞാൻ പോയിട്ടൊന്നുമില്ല അങ്ങനെ. ഈ രംഗം നടന്നത് എൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് കേട്ടോ. എനിക്ക് സർപ്രൈസ് തരാൻ നോക്കിയാൽ ഞാൻ എങ്ങനെയെങ്കിലും അത് പൊക്കൂട്ടോ. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക കഴിവ് എനിക്ക്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള സർപ്രൈസസ് ഒന്നും കല്യാണത്തിന് ശേഷം ഉണ്ടായിട്ടില്ല കേട്ടോ. ആൾ എഫേർട്ട് എടുക്കാറുണ്ട്, ഞാനത് പൊളിക്കാറുണ്ട് മാക്സിമം. അങ്ങനെ ഇത്തവണത്തെ ബർത്ത്ഡേ തലേന്ന് എന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് കൂട്ടാൻ വന്നതാണ് ആൻസം ബ്രോ. വണ്ടി തിരിച്ച് വേറൊരു റൂട്ടിലേക്ക് എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഈ വഴിക്കുന്നു. അപ്പം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ബർത്ത്ഡേ സർപ്രൈസ് വേണ്ടേ, ഗിഫ്റ്റ് വേണ്ടേ എന്നൊക്കെ. അങ്ങനെ എനിക്കൊരു ഓപ്ഷൻ ആൾ തന്നു. പൊതുവെ ഡ്രസ്സിനോട് ഇൻട്രസ്റ്റ് കൂടുതലായി എന്നോട് ആൾ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള റേറ്റിൽ 2 പേര് ഡ്രസ്സ് എടുക്കാമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നുകൂടെ ത്രില്ലായി. കാരണം എന്താ പറയുക, ഡ്രസ്സ് എൻ്റെ ഒരു വീക്ക് പോയിൻ്റാണ്. വലിയ വലിയ ഗിഫ്റ്റൊന്നും വേണമെന്നില്ല കേട്ടോ എന്നെ ഹാപ്പിയാക്കാൻ. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒട്ടും എക്സ്പെൻസീവ് അല്ല കേട്ടോ. എക്സ്പെൻസീവ് വേണമെന്നില്ല, ഞാൻ ഭയങ്കര അഫോർഡബിളാണ്. ഈ ഡ്രസ്സിൻ്റെ മാർക്കറ്റിലൊക്കെ കൊണ്ടുവിട്ടാലുണ്ടല്ലോ അത്രയും സന്തോഷം. പൊതുവെ ഷോപ്പിങ്ങിന് എനിക്ക് അധിക സമയം എടുക്കുന്നത് ഇഷ്ടമല്ല. പോവുക, എടുക്കുക, റിട്ടേൺ, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നടന്നാൽ തന്നെ എനിക്കുള്ള ഡ്രസ്സ് ഞാൻ എടുക്കും. പക്ഷേ ഇത്തവണ എന്തോ പറ്റിയെന്ന് എനിക്കറിയില്ല. സുഡിയോ, പാൻറ്റലൂൺസ്, വെസ്റ്റ് സൈഡ്, സ്റ്റൈലപ്പ്, ട്രെൻഡ്സ്, ഇവിടെ ഒക്കെ കയറിയിട്ടും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എല്ലായിടത്തും ഡ്രസ്സ് സെയിം പാറ്റേൺ പോലെ എനിക്ക് തോന്നാം, ഒരു പുതുമയില്ലാത്ത പോലെയൊക്കെ. ഒരു ഷോപ്പിൽ മാക്സിമം 15-20 മിനിറ്റ്സ് മാത്രമാണ് ഞാൻ എടുത്തുള്ളൂ കേട്ടോ. അതിനുള്ളിൽ തന്നെ ഇറങ്ങി പോന്നു എല്ലാവരും. പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാനുള്ള മൂഡൊക്കെ പോയിട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ മതി ഡ്രസ്സ് എന്നൊക്കെ. അങ്ങനെ നാളെ കട്ട് ചെയ്യാനുള്ള കേക്കും വാങ്ങി പോകുന്ന വഴിക്ക് ഉഴുന്നുവടയും പരിപ്പുവടയും കണ്ടപ്പോൾ കൺട്രോൾ പോയി കഴിച്ചതാണ്. അപ്പം അതും അട്ര ഫ്ലോപ്പ്. എന്തിനാ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയത് കഴിച്ചേന്നുള്ളൊരു തോന്നൽ വരെ എത്തി. അത്രയും അട്ര ഫ്ലോപ്പായിരുന്നു. അപ്പം ശരി.